സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന പാഠഭാഗത്തിൻ്റെ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ കിസ് വിധ കി രചന ഹേ? ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന പാഠഭാഗം ഏത് വിഭാഗത്തിലുള്ളതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ടിപ്പണിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ കെ ടിപ്പണിക്കാർ കോനെ? നരേഷ് സക്സേന. ആ ടിപ്പണി എഴുതിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നരേഷ് സക്സേന. എന്നാൽ ആ പാഠഭാഗത്തിൻ്റെ ഉള്ളിൽ ഒരു കവിതയുണ്ട് അല്ലേ? ആ കവിതയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ടിപ്പണി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ കവി കോൻ ഹേ? ആ കവിത എഴുതിയ കവി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വിനോദ് കുമാർ ശുക്ൽ. ആരാണ്? വിനോദ് കുമാർ ശുക്ലാണ് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. കവിനെ കിസ്കോ ദേക്കാ? കവി ആരെയാണ് കണ്ടതെന്ന് അവിടെ പറയുന്നു? ഹതാശ് വ്യക്തിക്കോ. കവി നിരാശവാനായിരിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിതനായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് കണ്ടു എന്ന് പറഞ്ഞത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥ കോൻ? വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു. ഇവിടെ ഞാൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? കോൻ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഉത്തരം എന്താണ്? കവി വ്യക്തിക്കോ നഹി ജാൻതാ ഥ. കവിയാണ് വ്യക്തിയെ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ. ദോനോം ഏക് ദൂസരേക്കോ നഹി ജാൻതേ ഥേ കോൻ കോൻ? രണ്ടു പേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. ആർക്കൊക്കെയാണ്? കോൻ കോൻ എന്ന് വെച്ചാൽ അവർ ആരെല്ലാം എന്നാണ് കേട്ടോ. ഉത്തരം കവി ഔർ അപരിചിത് വ്യക്തി. കവിയും അപരിചിതനായ ആ വ്യക്തിയും തമ്മിലാണ് പരസ്പരം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യക്തി കൈസേ ബൈഠാ ഥ? വ്യക്തി എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നത്? നമുക്കറിയാം, ഹതാശാസെ നിരാശയോടുകൂടിയാണ് ഇരുന്നിരുന്നത്. കവിനെ അപരിചിത് വ്യക്തിക്കോ കിസ് സ്ഥിതി മേ ദേക്കാ? കവി ആ അപരിചിതനായ വ്യക്തിയെ ഏത് അവസ്ഥയിലാണ്, ഏത് സ്ഥിതിയിലാണ് കണ്ടത്? ഹതാശായ നിരാശ കി സ്ഥിതി മേ. ഹതാശ അല്ലെങ്കിൽ നിരാശയുടെ ഒരു സ്ഥിതിയിലാണ് കണ്ടിരുന്നത്. ജാനിനേക്ക് ജാനി പഹചാനി രൂഢി ക്യാ ഹേ? അറിയുക. ജാനിന എന്ന വാക്കിൻ്റെ നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രീതി എന്താണ്? അറിയുക എന്ന വാക്കുമായി നമ്മുടെ രീതി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിസി വ്യക്തിക്ക് നാമു പദേ ഉമ്ര ഓഹദേ സെ ജാന അല്ലേ? നമ്മളൊരു വ്യക്തിയെ അറിയാമെന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യക്തിയുടെ നാമു പേരോ, പദേ അഡ്രസ്സ്, ഉമ്ര വയസ്സ്, ഓഹദേ പദവി, ഇതെല്ലാമാണ് നമ്മുടെ കാഴ്ചപ്പാട്. 10th ക്വസ്റ്റ്യൻ. ജാനിനേക്ക് അസലി തരീക്ക ക്യാ ഹേ? എന്നാൽ അറിയുക എന്നതിൻ്റെ യഥാർത്ഥ രീതി എന്താണ്? ശരിക്കും നമ്മൾ ഒരാളെ അറിയുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. കിസി വ്യക്തി കി ഹതാശ, നിരാശ, അസഹായത സങ്കടക്കോ ജാനന. ഒരു വ്യക്തിയുടെ ഹതാശയും നിരാശയും അസഹായതയും സങ്കടവും ഒക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ സഹായത എന്നാണ് കൊടുത്തിട്ടുള്ളത്, അസഹായതയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ കഷ്ടപ്പാടുകളെ, മുസീബത്തുകളെയാണ് നാം കണ്ടുപിടിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹതാശ സെ വ്യക്തി ബൈഠ് ഗയാ ഥ കവിത കാ സന്ദേശ് ക്യാ ഹേ? ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന കവിതയുടെ സന്ദേശം എന്താണ്? ദോ മനുഷ്യോക്ക് ബീച്ച് മനുഷ്യത കാ അഹസാസ് യാനി മാനവീയ സംവേദന ഹോനി ജരൂരി ഹേ. എന്തൊക്കെയാണ്? രണ്ട് മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ മാനുഷികമായ സംവേദനകളാണ് ആവശ്യമുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. കവിത മേ മനുഷ്യക്കോ കിസ് പ്രകാർ ജാനിനെ കി യാദ് ദിലാത്തി ഹേ? കവിതയിൽ മനുഷ്യനെ എങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നാം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനിനെ കി യാദ് ദിലാത്തി ഹേ? മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നു. ഘായൽ പടേ വ്യക്തിക്കോ കിസ്കി ജരൂരത്ത് ഹേ? മുറിവേറ്റ വ്യക്തിക്ക് എന്തിൻ്റെയാണ് ആവശ്യമുള്ളത്? എന്തിൻ്റെ ആവശ്യകതയാണ് ഉള്ളത്? മദദ്ക്ക് അല്ലെങ്കിൽ സഹായതാക്കി. എന്താണ് മദത്? അല്ലെങ്കിൽ മദതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് സഹായത. ഒരു സഹായമാണ് അവർക്ക് ആവശ്യം. അപ്പോൾ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഇതിൽ നിന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതേപോലെ വൺ വേഡ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വരും ക്ലാസ്സുകളിലായി നമുക്ക് ആ പാഠഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം.